എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് തന്നെയല്ല, നമുക്ക് മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ ഈ സമയത്ത് എള്ളുകൊണ്ട് ഉണ്ടാക്കിയ പലഹാരങ്ങളും എള്ളുകൊണ്ടൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക, എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് റെഡിയാക്കിയിട്ട് ഒരുപാട് നാളൊക്കെ കേടുവരാതെ എടുത്ത് വയ്ക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പീനട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വറവായി കിട്ടുന്നവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടതെല്ലാം നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂട് പോയതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാഷ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 20 കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെ ഒന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എള്ളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതും എടുക്കാം, അതല്ലാന്ന് വെച്ചാൽ നമുക്ക് കറുത്ത എള്ള് കിട്ടില്ലേ, അതും എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള കാഷ്യൂസ് ഇല്ലേ, ഇതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ എള്ളെന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് കാൽസ്യവും പ്രോട്ടീനും വിറ്റാമിനൊക്കെ ഉള്ള ഒന്നാണ് എള്ള് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ അസുഖങ്ങളൊക്കെ വരുന്നൊരു സമയമല്ലേ, മഴയുടെ സമയമൊക്കെ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടാനായിട്ട് എള്ള് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്തൊക്കെ എള്ളുണ്ടയോ അല്ലെങ്കിൽ ഇതേപോലൊരു സ്നാക്കൊക്കെ റെഡിയാക്കിയിട്ട് വെക്കണമെങ്കിൽ നമ്മളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ കഴിക്കുന്നത്. ഇനി കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് വറവായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വറവായിട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീനട്ടില്ലേ, ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സ്നാക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക ഉദ്ദേശിക്കുന്നത്, ആ പ്ലേറ്റിൽ നമ്മൾ ഇപ്പോൾ തന്നെ അതൊക്കെ റെഡിയാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റെഡിയാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈം കിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റണേ. ഞാനപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റും ബോളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പിസ്ത കുറച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാനൊക്കെ മുൻപായിട്ട് തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണം കേട്ടോ, നേരത്തെ തന്നെ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ശർക്കരയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ശർക്കര നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അരിച്ചെടുക്കില്ല. അപ്പോൾ കരടൊന്നും ഇല്ലാത്ത ശർക്കര നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം, അതായത് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉള്ളൂ കേട്ടോ, വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒട്ടും കൂടിപ്പോരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി ഒന്ന് പതഞ്ഞ് വരണം. അപ്പോൾ അതുവരെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഇതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ശർക്കരപ്പാനിയൊക്കെ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും.
കണ്ടോ, ഇപ്പോൾ ഇത് തിക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടു നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂൽപ്പരുവാക്കി എടുക്കില്ലേ, നൂൽപ്പരുവത്തിനേക്കാളും കുറച്ചുകൂടെ അതൊന്ന് ചൂടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ചൂടാക്കി എടുത്തു. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടോ, നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ടും എള്ളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. വേഗം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ലേ, അതിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വേഗം കട്ടയായി പോകും. കട്ടയായാൽ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്ത് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കണ്ടോ, ഇങ്ങനെ നീക്കി കൊടുത്താൽ തന്നെ അത് വേഗം തന്നെ നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ഇതോടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്